നിങ്ങൾക്ക് എത്ര മൊബൈൽ നമ്പറുകളുണ്ട്? നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഇനി നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ചില മൊബൈൽ നമ്പറുകൾ ഉണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ നമ്പറുകൾ ഉപയോഗിച്ച് ചിലർ തട്ടിപ്പ് നടത്തിയാലോ? തട്ടിപ്പ് നടത്താം, ചില ഭീഷണി സന്ദേശങ്ങൾ അയക്കാം, മറ്റേതെങ്കിലും തരത്തിൽ അത് ദുരുപയോഗം ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ മറ്റുള്ളവർ തട്ടിപ്പിനിരയാക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വളരെ ആസൂത്രിതമായിട്ടുള്ള പരിപാടിയാണത്. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർ കൈവശപ്പെടുത്തുന്നു. ഒന്നുകിൽ നമ്മൾ ചിലപ്പോൾ ഒരു സിം കാർഡ് എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തായിരിക്കും. നമ്മളുടെ ഫോട്ടോ ഒരു തവണ എടുക്കുന്നുള്ളൂ, നമ്മളുടെ ഒപ്പ് ഒരു തവണയെ വാങ്ങിക്കുന്നുള്ളൂ, നമ്മളിതെല്ലാം വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേഷൻ അതേ സമയം തന്നെ നടക്കുന്നുണ്ടായിരിക്കും. ഇവ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ജിയോയിൽ നിന്നാണ് കണക്ഷൻ എടുക്കാൻ പോകുന്നത്. ഇതേ ഫോട്ടോയും ഇതേ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ നടത്തി മറ്റൊരു നമ്പറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കണക്ഷനിലേക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കണക്ഷൻ കൂടി എടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ഈ തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ. ഇതിനെ പറ്റിയിട്ടൊക്കെ വിശദമായ തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മൊബൈൽ നമ്പർ, അതായത് നമ്മൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള മൊബൈൽ നമ്പറുകൾ റദ്ദാക്കിയത് എത്രയാണെന്ന് അറിയാമോ? ഉടമ അറിയാതെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന നമ്പറുകൾ, അതായത് 4.51 ലക്ഷം, ഏതാണ്ട് 4.5 ലക്ഷത്തിലേറെ മൊബൈൽ നമ്പറുകൾ ഉടമ അറിയാതെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലക്ഷം നമ്പറാണത്? 4.5 ലക്ഷം നമ്പർ. ഈ നമ്പറുകളൊക്കെ ആരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? തട്ടിപ്പുകാരായിരിക്കാം, ഭൂരിപക്ഷം തട്ടിപ്പുകാരായിരിക്കാം, അത് നമുക്കറിയാം. അറിയാതെ നമ്പർ എടുക്കുന്നവർ പലരും അങ്ങനെയാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ മുമ്പെടുത്ത നമ്പറുകൾ റദ്ദ് ചെയ്യാൻ മറന്നു പോകും, അത് കട്ടാവും. ഇനി അഥവാ കട്ടാവാതെ മറ്റാർക്കെങ്കിലും കൊടുത്തു, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു, അവിടെ വെച്ചിട്ട് ആ സ്ഥാപനത്തിലുള്ള ആൾ പറയുകയാണ് ഒരു നമ്പർ എടുക്കും, നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാമെന്ന് പറയുന്നു. നമ്മൾ അവിടുത്തെ സിമ്മിലോ ഇല്ലെങ്കിൽ അവിടുത്തെ ഫോണിലോ ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉപയോഗിക്കുന്നു, ചിലപ്പോൾ ടെലികോളിംഗ് സ്ഥാപനം വല്ലതും ആയിരിക്കാം. അങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് ജോലി മാറിപ്പോകുമ്പോൾ ഒരു പക്ഷേ ഓർത്തെന്ന് വരില്ല, പിന്നീട് കുറേ നാൾ കഴിഞ്ഞായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളവിടെ ചെയ്തിരുന്ന ജോലി ആയിരിക്കുമല്ലോ പലപ്പോഴും ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ചിലപ്പോൾ പിന്നീട് വന്ന ആൾ ഇത് കൊണ്ടുപോയേക്കാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് എടുത്ത് ദുരുപയോഗം ചെയ്യാം. ആ കമ്പനി തന്നെ പിന്നെ പ്രവർത്തിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ നമ്പർ തുടർന്നും പ്രവർത്തിക്കും. 3 മാസമാണ് ഒരു മൊബൈൽ നമ്പർ പ്രവർത്തിക്കാതിരുന്നാൽ ഡിസ്കണക്റ്റ് ആയി പോകുന്നത്. അതായത് നമ്മൾ 3 മാസം അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റ് ആയി പോകും. നമ്മൾ അറിയാതെ നമ്മുടെ പേരിലെടുത്ത ഒരു നമ്പർ ആരെങ്കിലും തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് കട്ടായി പോവില്ല, അത് തുടർന്ന് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് സഞ്ചാർ സാഥി എന്ന് പറയുന്ന ആപ്പിലേക്ക് പോകാൻ കഴിയും. അവിടെ ചെന്നിട്ട് ആ വെബ്സൈറ്റിലേക്ക് ചെല്ലുക. ആ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമ്മളുടെ വിവരങ്ങളൊക്കെ നൽകി ക്യാപ്ചയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര നമ്പറുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും ടെലികോം മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് സഞ്ചാർ സാഥി പോർട്ടലുള്ളത്. അതിനാണ് കേരളത്തിൽ നിന്ന്, സംസ്ഥാനത്ത് നിന്ന് 2024 മുതൽ, 2024 സഞ്ചാർ സാഥി സംവിധാനം നിലവിൽ വരുന്നത്. 2024 പ്രവർത്തനക്ഷമമായി അന്ന് മുതൽ സംസ്ഥാനത്ത് 9,11,000 പരാതികളാണ് ലഭിച്ചത്. ആ പരാതികളിൽ 4,51,000 ടെലിഫോണുകൾ ഇല്ലെങ്കിൽ മൊബൈൽ നമ്പറുകൾ ഡിസ്കണക്റ്റ് ചെയ്തു സർക്കാർ. കാരണം പരാതി കൊടുക്കുകയാണ്, ഞാനിങ്ങനെ ഒരു നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇതെൻ്റെ അല്ല, എൻ്റെ പേരിലല്ല എന്നൊക്കെയുള്ളത് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ നമ്പറുകൾ നീക്കം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഇനി 2,26,000 പരാതികൾ എന്തിനാണെന്നറിയാമോ വന്നത്? ഇപ്പോൾ ഈ നമ്പർ ഉപയോഗിക്കുന്നില്ല എന്നാണ്. നോക്കൂ, കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്പർ നമ്മൾ ഉപേക്ഷിച്ചു, എന്നിട്ടും ആ ഡിസ്കണക്റ്റ് ആവാതെ കിടന്നാലോ? അങ്ങനെ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പിന്നീട് ആരെങ്കിലും ദുരുപയോഗം ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ പേരിൽ അങ്ങനെ ഒരു നമ്പർ ഇരിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കാത്ത നമ്പർ ഇരിക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളതാണ്. പിന്നീട് എപ്പോഴെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെട്ടാലോ? അതുകൊണ്ട് തന്നെ അങ്ങനെയും നമ്പർ പരാതി വന്നു, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈബർ തട്ടിപ്പ് നടത്താനായിട്ടുള്ള കേന്ദ്രങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ നമ്പറാണ്. സ്വന്തം നമ്പർ ഉപയോഗിച്ച് പിടിക്കപ്പെടുമെന്നറിയാലോ. അപ്പോൾ മറ്റുള്ളവരുടെ പേരിൽ ഈ സിം എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത്, അതല്ലെങ്കിൽ വ്യാജ അഡ്രസ്സും മേൽവിലാസവും ഒക്കെ തയ്യാറാക്കി നമ്മുടെ ഫോട്ടോയും കൂടെ അതിനകത്ത് വെച്ചിട്ട് ID പ്രൂഫുകൾ നൽകിക്കൊണ്ട് ഇത്തരത്തിലൊക്കെയാണ് ഈ പറയുന്ന ഫോൺ കണക്ഷനുകൾ പലപ്പോഴും എടുക്കപ്പെടുന്നത്. നമ്മൾ ഒഴിവാക്കുന്ന നമ്പറുകളൊക്കെ തന്നെ ഇവരെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ വന്ന നമ്പറുകളാണ് ഇതിൽ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രവുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളറിയാതെ വേറെ ആരെങ്കിലും ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ തട്ടിപ്പൊന്നും നടത്തിയില്ല എന്നിരിക്കട്ടെ, പക്ഷേ അയാൾ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്താലോ? ഒരു കൊലപാതകമോ മറ്റെന്തെങ്കിലും ഒരു പ്രവർത്തനമോ ചെയ്തു കഴിഞ്ഞാൽ ആ ഫോൺ ഉപയോഗിച്ചിരുന്ന ആൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഇല്ലെങ്കിൽ വേണ്ട, സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് ഉന്നത ഭരണാധികാരികളെ ആരെങ്കിലും കൊല്ലുമെന്നെങ്ങാനും ഭീഷണിപ്പെടുത്തിയാലോ? ആദ്യം പോലീസ് വരെ നമ്മുടെ അടുത്തായിരിക്കും. നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ സാധാരണക്കാരനാണ്, നമ്മൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നവനല്ല
എന്ന് കണ്ടാൽ എന്ത് ചെയ്യും പോലീസ്? ഓക്കെ, നോക്കട്ടെ, പരിശോധിക്കാം, മറ്റാരെങ്കിലും ആണോ. അപ്പോൾ അതിൻ്റെ IMEI നമ്പർ എടുക്കുന്നു, ഏത് മൊബൈലിലാണ് ഇട്ടിരിക്കുന്നത്, അതെവിടെയാണ്, അതിൻ്റെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ളത് കയറിയിരിക്കുമല്ലോ. സാധാരണക്കാരായ മനുഷ്യർക്ക് അതൊക്കെ വലിയ അസ്വസ്ഥതയും ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യവുമാണ്. മാത്രവുമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ജോലികൾ പലതും മുടങ്ങിപ്പോവുകയും അതിനിടയ്ക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടിയൊക്കെ വരുന്ന വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം നമുക്കിതെങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുക എന്നുള്ളത് കൂടെ പറയാം. അതായത് സഞ്ചാർ സാഥി വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക. sanjarsathi.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് നമ്മുടെ നോ യുവർ മൊബൈൽ കണക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകുക. എന്നിട്ട് നമ്മുടെ പേരിലുള്ള നമ്പറുകൾ എത്രയെന്ന് നോക്കുക. അതിനുശേഷം അതിൽ നമ്മൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് റദ്ദ് ചെയ്യാൻ കഴിയും. ദുരുപയോഗം ചെയ്യുന്നതിനായി ഇത്തരം കണ്ടു കഴിഞ്ഞാൽ, ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനും മടിക്കരുത്. കാരണം അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം നമ്മളെ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ. അതുപോലെ തന്നെ ഈ ദുരുപയോഗം ചെയ്യാൻ കൊടുത്തതിൻ്റെ റിക്വസ്റ്റിൻ്റെ കോപ്പിയും ഇല്ലെങ്കിൽ പരാതിയുടെ കോപ്പിയൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത് ഭാവിയിൽ തട്ടിപ്പ് നടന്നാൽ നമ്മളുടെ വിശ്വാസത്തെ നമുക്ക് തെളിയിക്കാൻ കൂടി കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 9 ലക്ഷം പരാതിയാണ് ചെന്നത് അല്ലേ. എത്ര കോടി മൊബൈൽ കണക്ഷനുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കും? 3.5 കോടി ജനങ്ങളുള്ളതിൽ എത്ര കോടി മൊബൈൽ കണക്ഷൻ ഉണ്ടായിരിക്കും? അത്രയും ആൾക്കാരുടെ പേരിൽ, എൻ്റെ പേരിൽ തന്നെ ഏതായാലും 2 or 3 സിം കാർഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് അത്രയും സിം കാർഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നേരത്തെ എടുത്തതുണ്ടായിരിക്കും, ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യത്തിന് എടുത്തതുണ്ടായിരിക്കും. ഇവയെല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കൾക്ക് നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും, മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്തതുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമുക്ക് എത്ര നമ്പറുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾക്ക് എന്തെല്ലാം ഇതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയും വേണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ലോ, ഈ പ്രായമായ ആൾക്കാരൊക്കെ ഇല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള, അവരൊന്നും ഇതിനെ പറ്റിയിട്ട് അത്ര അറിവുള്ളവരായിരിക്കില്ല. സഞ്ചാർ സാഥിയെ പറ്റിയിട്ട് അറിയില്ല, അവരുടെ പേരിൽ മറ്റ് നമ്പറുകളുണ്ടോ എന്നറിയില്ല, അവർ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഒരു പക്ഷേ പോലീസൊക്കെ വരുമ്പോൾ കേസൊക്കെ ആയിട്ട് വരുമ്പോഴായിരിക്കും അറിയാൻ കഴിയുന്നത്. ഇതിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. 2 തരത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. ഒന്ന് ഈ അജ്ഞതയുള്ളവർ, സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കാർ, മറ്റൊന്ന് സാങ്കേതിക പരിജ്ഞാനം ഉള്ളവർ. ഇതിനെയാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അതായത് സാങ്കേതിക പരിജ്ഞാനത്തിലെ അകലം ഉള്ള 2 വിഭാഗങ്ങൾ. ഗ്രാമമേഖലയിലുള്ള ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ ഈ മറ്റ് ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇത്രയും അറിവ് ഉണ്ടാകണമെന്നില്ല. അവരുടെ സുരക്ഷിതത്വത്തെ പറ്റിയോ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഒരു സിം എടുത്തു തരൂ എന്ന് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരെ അറിയുന്നവരാണെങ്കിൽ ഒരു പക്ഷേ എടുത്ത് കൊടുത്തേക്കും. അഭ്യസ്തവിദ്യരായ ആൾക്കാർ അത്തരത്തിൽ ചെയ്യണമെന്നില്ല. പിന്നെ മറ്റൊന്ന് പ്രായത്തിൻ്റെയാണ്. പ്രായമേറിയ ആൾക്കാരും പ്രായം കുറഞ്ഞ ആൾക്കാരും നമ്മൾ ഈ പറയുന്ന സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. വൃദ്ധരായിട്ടുള്ള ആൾക്കാരൊന്നും ഈ സഞ്ചാർ സാഥി കണ്ട് അവിടെ പരാതി നൽകണമെന്നുമില്ല. അപ്പോൾ അവരുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെ പിടിക്കപ്പെടും? അപ്പോൾ അവരുടെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുക. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ മാതാപിതാക്കൾ, മുത്തച്ഛന്മാർ, മുത്തശ്ശിമാർ അങ്ങനെയുള്ളവരുടെയൊക്കെ പേരിൽ എടുത്തിരിക്കുന്ന നമ്പറുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പലപ്പോഴും ഇവർ പോകുമ്പോൾ ഫോട്ടോ എടുത്താൽ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി എടുപ്പിക്കും, ഒപ്പിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടി ഒപ്പിടിക്കും, ഇല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്ത് മറ്റൊരു സിം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്യപ്പെടാമെന്നുള്ളതാണ്. പലപ്പോഴും ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ട് ഈ സിമ്മൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടായിരിക്കും കണ്ടെത്തുന്നത് പോലും. ഏതായാലും അപകടം പിടിച്ച ഒരു കാര്യമാണ് മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലും ആപത്തുകളിലും നമ്മൾ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പക്വമായിട്ട് ഉപയോഗിക്കുകയും ഇതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും വേണം. സഞ്ചാർ സാഥി എന്ന് പറയുന്ന വെബ്സൈറ്റ് വളരെയധികം ഗുണപ്രദമാണ്. വല്ല തീവ്രവാദികളൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾ പെട്ടുപോയില്ലേ. ഏതായാലും 4.5 ലക്ഷത്തിലേറെ നമ്പറുകളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷനുകൾ ഉണ്ട് എന്നുള്ളത് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല.
അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.